നമസ്കാരം. ഏതായാലും നമ്മുടെ ബഹുമാന്യയായ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. രാവിലെ മുതൽ അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഞാൻ രാവിലെ മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ തന്നെ കരിങ്കൊടി പ്രയോഗമുണ്ട്. അത് റോഡ് സൈഡിൽ നിന്ന് അവർ കാണിക്കട്ടെ, അത് അവരുടെ ജനാധിപത്യത്തിൽ അവരുടെ അതവർക്ക് കാണിക്കാമല്ലോ. അപ്പോൾ അതിനുശേഷം ഇരിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും അവിടെ ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നിന്നപ്പോൾ ഗ്ലാസ്സിൽ വന്ന് അടിച്ചിട്ട് ഞാൻ ഗ്ലാസ്സിൽ തന്നെ വന്ന് അടിച്ചിട്ടാണ് പോലീസിന്റെ കൈകളിലൂടെ മുന്നോട്ട് വന്ന് അതിനുശേഷം അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് കുറച്ച് ഒരു ഫോണിൽ 3-4 പേര് ഇത് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ലോക്കൽ ചാനലാണെന്ന് തോന്നുന്നു, ഒരു ചാനലും അവിടെ ഒരു ക്യാമറയും കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇവിടെ ഇതുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എവിടെയോ പ്രതിഷേധക്കാരുണ്ട്, പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം, എന്തായാലും നമുക്കൊന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക്. പ്രിയരെ, എത്രമാത്രം കല്ല് വെച്ച നുണയാണ് ഈ സ്ത്രീ പറയുന്നത്. പരസ്പര വിരുദ്ധമായുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടോ? അതായത് കഴിഞ്ഞ ദിവസത്തെ വീണ അഭിനയത്തിന് ശേഷം അങ്ങനെ പറയാനായിട്ട് തോന്നിക്കുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വിഷയം മലയാള സമൂഹം, ലോകത്തുള്ള സകല മലയാളികളും കണ്ടതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഒരു സംഭവം. ഇതിനകത്ത് ഒരിക്കലും രാഷ്ട്രീയം പറയുകയാണെന്ന് ധരിക്കരുത്. 1% പോലും രാഷ്ട്രീയമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് ഇത് നിങ്ങൾ അഭിപ്രായം പറയുക. ചാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങി ഇരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. പിന്നീട് ഞാൻ ഇന്നലെ അതിൻ്റെ ഇത് പറച്ചിൽ കേട്ടാൽ പുലിമുരുകൻ സിനിമയിലെ ആ കഥ പറയുകയാണെന്ന് തോന്നുന്നു. കണ്ടു. അതായത് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം ഈ പറച്ചിൽ കേട്ടാൽ കുളിക്കടവിലേക്ക് ഉണിഞ്ഞു നോക്കിയ പോലെയുള്ള ഒരു സംസാരമാണ് തോന്നുന്നത്. ഒരു അതുപോലെയാണ് ചാടി വീഴുന്നത്. അതെ, ഇത് പുലിമുരുകൻ സിനിമയിലെ കഥ പറയുകയാണ്. ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. രാത്രി ഇരുട്ടായിരുന്നു, പോലീസുകാർക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു. അപ്പോൾ പുലി അങ്ങോട്ട് ചാടി വീണ് പതുങ്ങി ഇടയിലേക്ക് കയറി. നമുക്കത് വന്ന് അടുത്ത് വന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ അടുത്തൊരു വനിതാ പോലീസും. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ആദ്യം കണ്ടു തന്ന പോലീസുകാരൊക്കെ മണ്ടന്മാർ. എൻ്റെ പോലീസുകാരെ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്കൊക്കെ വാതിർന്ന് സംസാരിക്കാൻ മേലെ നിങ്ങൾ ഇത്ര വിട്ടിവേഷം കെട്ടി നിങ്ങളിങ്ങനെ നിന്ന് ഈ ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടി ഇളിഫിരായി നിൽക്കാതെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ഈ സ്ത്രീ ഇതുപോലെ നുണ പറയുമോ? ഒരാൾ വന്നു കരിങ്കുടിയുമായിട്ട്. ആ കരിങ്കുടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിൻ്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. കാരണം കരിങ്കുടിയുമായിട്ട് വന്നാണല്ലോ. അപ്പോൾ ഇവർക്ക് കരിങ്കുടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ MLA, മന്ത്രി. സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനും ലഹള ഉണ്ടാക്കാനും പാർട്ടിക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല തല്ലി ചാകാനുമായിട്ട് വിദ്വേഷം പടർത്താനായിട്ട് മാത്രം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അത്ര ദുഷ്ട മനസ്സാണ് ഈ സ്ത്രീക്ക്. ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു കാര്യസ്ഥതയില്ല. ഒരു സ്ത്രീയും കൂടെയാണല്ലോ. പക്ഷേ ഇവർ നേരെ ഈ ഇതിലേക്ക് കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അപ്പോൾ ഈ പോലീസ് ഈ കേരളത്തിലെ സ്ത്രീകളുടെ വിലയെല്ലാം നിങ്ങളായിട്ട് കളഞ്ഞു. ശ്രദ്ധ ഈ ആദ്യത്തെ ആളിലേക്ക് പോയി. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ. അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പോൾ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അതിലും ഇത് വന്നിട്ടുണ്ട്.
അതായത് ഈ ഒരു ആൾ അകത്തേക്ക് വന്ന് എൻ്റെയും ആ വനിതാ പോലീസുകാരുടെയും അടുത്തേക്ക്, വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നുണ പറയുക, കലഹം ഉണ്ടാക്കുക, സമൂഹത്തിൽ അനീതി പടർത്തുക, ലഹളയുണ്ടാക്കുക. നിങ്ങളെപ്പോലെയുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഈ നാടിന് ചാവുക. നിങ്ങൾ ഈ പരിപാടി രാജിവെച്ച് പുറത്തു പോകും, അല്ലെങ്കിൽ ഈ കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ കണ്ടറിയണം. ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കുതിച്ചെത്തുന്നുണ്ട്, പോലീസ് വലയം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് മന്ത്രി വളരെ പ്രകോപിതയായി ഈ സമരക്കാരോട് അങ്ങോട്ട് അഗ്രസീവായി നിൽക്കുന്നത്. അത് ട്രിഗർ ചെയ്തത്, അതിന് പ്രകോപനമായത് എന്താണ്? പോലീസിന് തന്നെ മന്ത്രിയെ നിയന്ത്രിക്കേണ്ടി വന്നു. അതല്ല, എന്റെ ശരീരം നൊന്തു. അതിനോടുള്ള പ്രതികരണം, അതായത് എന്റെ ശരീരം എങ്ങനെയാണ്, അപ്പൊ ഒന്ന് എന്റെ ശരീരം വേദനിച്ചു ആ സമയത്ത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നടന്നപ്പോ ഞാൻ വിഷ്വൽസിൽ ഞാൻ ഇന്നലെ കണ്ടു, ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇവിടെ വരവോ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ക്യാമറകളൊന്നും കാണില്ല. ഇത് വളരെ പ്ലാൻഡ് ആണല്ലോ, എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് എപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞത് വളരെ ആസൂത്രിതമായി ഇവരിവിടെ എവിടെയോ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഞാൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പോലീസിന്റെ ചുറ്റുമുണ്ട്. അപ്പോഴാണ് ഒരാൾ ആദ്യം ഓടി വരുന്നു. ഓടി വന്നിട്ട് രണ്ടാമത്തെ ആള് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ആ വിഷ്വലുണ്ട് അതിൽ ഈ പ്രചരിക്കുന്ന വിഷ്വൽസിൽ ആ വിഷ്വൽസും ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് അയാളാണ്, അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ട്. വനിതാ പോലീസ് ഓഫീസറുണ്ട്, വനിതാ പോലീസ് ഓഫീസറും ഉണ്ട്, ഞാനും ഉണ്ട് ഇയാളുടെ. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, എൻ്റെ ദേഹം നൊന്തിട്ടുണ്ട്. ഒരു മന്ത്രി ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ ചേരിതിരിയാൻ, പാർട്ടി വിദ്വേഷം ഉണ്ടാകാനായിട്ടുള്ള ഒരു കലാപ ആഹ്വാനത്തിലുള്ള പുതിയൊരു തന്ത്രം മെനയുന്നതാണ് ഈ മന്ത്രി. ഈ മന്ത്രിയുടെ ഇത്ര ദുഷ്ടത, ഇത്ര ഹീനമായിട്ടുള്ള പ്രവർത്തികളെ ജനങ്ങൾ തിരിച്ചറിയുക. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കണ്ണൂരുണ്ടായ സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് മന്ത്രിയും പരിവാരങ്ങളും എല്ലാവരും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനായിട്ട് വന്നിരുന്ന സാഹചര്യത്തിൽ KSUക്കാർ, ഒരു 2-3 KSUക്കാർ കരിങ്കൊടി കാണിച്ച ഒരു സംഭവമാണ്. അതിനകത്ത് അവർ പറയുന്ന ഓരോ പോയിൻ്റ് വെച്ച് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് അവർ കടന്നു വരുന്ന സമയത്ത് വിഷ്വൽസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാം എന്ന് അവർ തന്നെ പറയുന്നു. അതായത് കരിക്കൊടി കാണിക്കാനായിട്ട് ഇരുന്നവർ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്, അതൊക്കെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. കാരണം കരിങ്കൊടി സാധാരണഗതിയിൽ കരിങ്കൊടി കാണിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുമ്പോൾ, സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ മുന്നിലേക്കാകുമ്പോൾ അവർക്ക് പരസ്യമായിട്ട് മുൻകൂട്ടി ഇറങ്ങി നിൽക്കില്ല. കാരണം സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് തന്നെ പോലീസുകാർ വന്ന് ഇവരെ പിടിച്ചോണ്ട് പോകും എന്നറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മന്ത്രി ആ കരിങ്കൊടി കാണിക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി കടന്നു വരുന്ന ആ ഒരു മൂവ്മെൻറ്റിൽ മാത്രമേ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത്, എല്ലാ പ്രതിഷേധക്കാരും ചെയ്യുന്നത്, അങ്ങനെയൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് ഇവരും ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്തല്ല ഇവിടെ പരാമർശം വരുന്നത്. അതായത് ആ കരിങ്കൊടി കാണിക്കാനായിട്ട് വരുന്നവരെ പോലീസ് നമുക്ക് വട്ടം പിടിച്ച് ഒരു മാറ്റി നിർത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കിടന്നിട്ടും മന്ത്രിയെ സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ ചുറ്റുമുള്ള പോലീസുകാരും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തൊട്ട് പുറകിൽ നിൽപ്പുണ്ട്. ഇവിടെ മന്ത്രി പറയുന്നു മന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ട്, മന്ത്രിയുടെ കഴുത്ത് വേദനിച്ചു എന്ന് മന്ത്രി ഇന്നത്തെ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. പക്ഷേ ആരാണ് കഴുത്തിന് വേദനിപ്പിച്ചതെന്ന് മാത്രം മന്ത്രിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. മന്ത്രി അവിടെ വീണ്ടും ഒളിച്ചു കളിക്കുകയാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. മന്ത്രി എന്നുള്ളൊരു സ്ഥാനം മാറ്റിവെക്കുക. ശ്രീമതി വീണ ജോർജിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരത്തിന്, കുടിക്കുന്ന വെള്ളത്തിന്, ശ്വസിക്കുന്ന വായുവിനൊക്കെ 1% മൂല്യം കൽപ്പിക്കണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി ഈ നമ്മുടെ മലയാളികളിൽ നമുക്കറിയാം, ഇപ്പം വോട്ടർമാരായിട്ടുള്ള മലയാളികളെ മാത്രം എടുക്കുക, ഏകദേശം 2,70,00,000 പേരാണ് ഇപ്പോൾ പുതിയ SIR പ്രകാരം വോട്ടർമാരായിട്ടുള്ളത്. ഇതിനകത്ത് വെറും ഒറ്റയ്ക്കൊരു ശതമാനം ജനങ്ങളെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴുത്തിന് പരിക്കേറ്റം എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം, കഴുത്തിന് നിങ്ങൾക്ക് വേദനിച്ചു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? അവിടെ സംഭവിക്കാൻ 2 സാധ്യതയെ ഇതിനകത്ത് ആകെ നോക്കിയിട്ട് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുള്ളൂ. കാരണം നിങ്ങൾ മുന്നോട്ട് കുതിക്കാച്ച സമയത്ത് നിങ്ങളെ തടഞ്ഞു നിർത്തിയ വനിതാ പോലീസിൻ്റെ കൈ നിങ്ങളുടെ കഴുത്തിൻ്റെ വലതുവശത്തായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
ചിലപ്പോൾ അവർ നിങ്ങളെ തടഞ്ഞു നിർത്തിയ ആ ഒരു സന്ദർഭത്തിൽ അല്പം ബലത്തിൽ പിടിച്ചിട്ടുണ്ടാവാം, ബലത്തിൽ തടഞ്ഞിട്ടുണ്ടാവാം ആ രീതിയിൽ. പക്ഷേ അപ്പോഴും അവിടെ മന്ത്രിയാണ്, മന്ത്രിയെ പിടിക്കുമ്പോൾ അതിൻ്റേതായൊരു പ്രത്യേക പരിഗണന കൊടുത്തവർ പിടിക്കുള്ളൂ. അപ്പം ആ വനിതാ SIയുടെ കൈ കൊണ്ട് നിങ്ങളുടെ കഴുത്ത് വേദനിച്ചു എന്ന് പറയുന്നതിനകത്ത് 1% പോലും ലോജിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിനാണ് വളരെ 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 മൈന്യൂട്ടായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ. പിന്നെ MV ജയരാജൻ കാണിച്ച വീഡിയോയിൽ കാണിക്കുന്ന ഒരു കറുത്ത ഷർട്ടുകാരൻ, അത് നിങ്ങളുടെ സെക്യൂരിറ്റി അല്ലേ, പേഴ്സണൽ സ്റ്റാഫല്ലേ, കൃത്യമായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ വിഷ്വൽസൊക്കെ ഫോട്ടോസൊക്കെ അതിനു മുമ്പ് തന്നെ ഉണ്ടല്ലോ. അവിടെ എവിടെയാണ് ഈ കരിങ്കൊടി കാണിക്കാനായിട്ട് വന്ന വ്യക്തികളല്ല പോയിട്ട് ഈ അതല്ലാത്ത ഒരു വ്യക്തി പോലും നിങ്ങളുടെ ഒരു പരിസരത്തേക്ക് വന്നതായിട്ട് അവിടെ എവിടെയാണുള്ളത്? ഇങ്ങനെ പച്ച നുണ പറയാവോ? ഒരു മര്യാദ വേണ്ടേ നിങ്ങൾക്ക്? ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കഥകളൊക്കെ പറയണമായിരിക്കാം. പക്ഷേ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു കുറച്ചെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ അല്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ജയിച്ച് വരുന്നത്. കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തരം താണ വെറും തറപ്പണി അതല്ലേ ഇതിനകത്ത് പറയാനുള്ളൂ. വെറും തറയായിട്ടൊക്കെ ഇങ്ങനെ പറയാനുള്ളതാണ്. നിങ്ങൾ ഭരണഘടനാ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, ക്രിസ്തീയ മതപുരോഹിതന്മാരുടെ എല്ലാ കൈമുത്തും കാലുമുത്തും, അതുപോലെ തന്നെ പിതാക്കന്മാരോട് ഭയങ്കര ബഹുമാനവും സത്യസന്ധതയെ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ വെറും പുറംപൂച്ചാണെന്നുള്ളതൊന്നും പൊതുവെ നമുക്കറിയാമെങ്കിൽ പോലും കൂടെ ഇത്രയും പച്ച നുണ പറയാനുള്ള ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ ഇരുന്നോണ്ട് നിങ്ങളെന്നല്ല ഒരു ജനപ്രതിനിധിയല്ലേ. ഇനിയിപ്പോൾ ഇനി മുമ്പോട്ട് മത്സരിക്കുകയാണെങ്കിലും ഈ വായും കൊണ്ട് തന്നെ വേണ്ട നിങ്ങൾ വോട്ട് ചോദിക്കാൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്നില്ലെങ്കിൽ പോലും കൂടെ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു പൊതുസമൂഹത്തിനോട് സംസാരിക്കുമ്പോൾ ഈ വായും കൊണ്ട് തന്നെ വേണ്ട പറയാൻ. നിങ്ങൾ വീണ്ടും അന്ന് ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഇൻസിഡൻറ്റ് പോലെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആവേശത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും കൂടെ അത് ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് നിങ്ങളോട് വിശ്വാസമുള്ള, അല്ലെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന 1% ജനങ്ങളെങ്കിലും അത് അങ്ങനെ ധരിച്ചിരുന്നുവെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസത്തിന് പോലും കൂടെ കളങ്കമേൽപ്പിക്കുന്ന രീതിയിലല്ലേ നിങ്ങളിപ്പോൾ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? അതായത് ശരിക്കും CPMകാർ ആരും വിശ്വസിക്കില്ല നിങ്ങളീ പറഞ്ഞതാണ് അല്ലേ. പിന്നെ ആകെപ്പാടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പിണറായിസ്റ്റുകൾ മാത്രം. എങ്ങനെ ഇത്രയും പച്ചനുണയൊക്കെ എങ്ങനെ പറയാൻ പറ്റും ഒരു മനുഷ്യന്? ഒരു കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പറയാം. ശരി, പ്രതിഷേധക്കാർ അവിടെ വന്നു, അതല്ലെങ്കിൽ പ്രതിഷേധക്കാർ പോലീസിൻ്റെ വലയം ഭേദിച്ച് നിങ്ങളുടെ അടുത്തേക്കെങ്കിലും വന്ന് നിങ്ങളുടെ മുഖത്തേക്കെങ്കിലും ആ കൊടി ഒന്ന് വീശുമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, ഇനി ആ രീതിയിലെങ്കിലും നിങ്ങൾക്ക് പരിക്കേറ്റു എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് അഭിനയിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു അല്ലേ. ഇതിപ്പം ആ പ്രതിഷേധക്കാരിൽ ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് വന്നിട്ടില്ല, നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ല. അതോടൊപ്പം തന്നെ അവിടെ കണ്ടു നിന്നവരാരും വന്നിട്ടില്ല. മറ്റ് യാതൊരു വ്യക്തികൾ കൊടി ഉള്ളവരോ കൊടി ഇല്ലാത്തവരോ, ഇനി അതും അല്ലെങ്കിൽ അതിലെ യാത്രക്കാരായിട്ടുള്ളവരോ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നവരോ ഒരു വ്യക്തി പോലും നിങ്ങളുടെ പരിസരത്തേക്ക് വന്നില്ല. കാരണം വരാനായിട്ട് അവിടെ പോലീസ് സമ്മതിച്ചിരുന്നില്ല. കൃത്യമായ ഒരു കാര്യമാണ്. ആരും വരാൻ മുതിർന്നുമില്ല. ആകെപ്പാടെ 2-3 പേര് അവരെന്തോ ഷോ കാണിച്ചേ ഉള്ളൂ. അവർ കാണിച്ചതിൻ്റെ 4 ഇരട്ടി ഷോ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് കാണിച്ചു. കാരണം നമുക്ക് അറിയാം 10-25 പോലീസ് ചുറ്റും നിൽക്കുമ്പോൾ പിന്നെ എത്ര വേണമെങ്കിലും അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ആക്രോശിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്വാഭാവികമായിട്ടും നിങ്ങളത് കാണിച്ചു. ഓക്കെ, അത് നിങ്ങൾക്ക് നേരത്തെ ഒരു വികാരത്തിൽ നിങ്ങൾ ചെയ്തൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്നതിനകത്ത് വലിയൊരു തെറ്റെന്ന് പറയുന്നുമില്ല. ഓക്കെ, നിങ്ങളത് കാണിച്ചു. പക്ഷേ നിങ്ങളിപ്പോൾ ഇത്രയല്ല സംഭവങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്ന് അവിടെ കാണിച്ച നാടകങ്ങൾ കംപ്ലീറ്റും ജനങ്ങൾ കണ്ടതാണ് അല്ലേ. അതായത് സഭാനാഥനും അതുപോലെ സഭാ നേതാവും ഒക്കെ ഫോണിൽ വിളിക്കുകയും നേരിട്ട് വന്ന് ബന്ധപ്പെടുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുക, ICU കിടക്കുക, ICUന്ന് സെൽഫി എടുക്കുക, ICUവിൽ നിന്ന് 13 ഡോക്ടർമാർ ഭയങ്കര മെഡിക്കൽ ബുള്ളറ്റിനെല്ലാം ഇറക്കിയതിന് ശേഷം അതിവിദഗ്ധരായിട്ടുള്ള 13 ഡോക്ടർമാരാണ്, അവരുടെ പേര് സഹിതമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ. തലേന്ന് പോലും കൂടെ, അതായത് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോരുന്നതിൻ്റെ തലേന്ന് പോലും കൂടെ ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് വളരെ വിദഗ്ധമായ ചികിത്സ ആവശ്യമാണ്, യാത്ര ചെയ്യാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ രായിക്ക് രാമാനം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നോ അതോ ഒളിച്ചു പോകുന്നു, എന്തായാലും അവിടെ നിന്ന് പോകുന്നു എന്നുള്ള അറിവ് കിട്ടി. പകൽ മൊത്തം
ഇവിടെ മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പബ്ലിസിറ്റി ആയിരുന്നു. ഇനിയിപ്പം മന്ത്രി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയോ എന്ന് വരെയും ജനങ്ങളിവിടെ സംശയിച്ചിരുന്നു. എന്താണെങ്കിലും അന്ന് രാത്രി ആയപ്പോഴത്തേക്കും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടി മന്ത്രി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ഓക്കെ, അതെന്തു ആയിക്കോട്ടെ. ഏതായാലും മന്ത്രി ഇപ്പം നിലവിലുണ്ടല്ലോ. ഇപ്പം ഈ അഭിലാഷിന് കൊടുത്തായിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ ഇന്ന് കേരളത്തിലുള്ള ഈ വോട്ടർമാരിൽ അല്ലാത്തവരെ മാറ്റി നിർത്തുക, ഈ വോട്ടർമാരിൽ വെറും ഒരേ ഒരു ശതമാനം ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ബഹുമാനിയായ ശ്രീമതി വീണ ജോർജിന് പറയാൻ പറ്റുമോ, വെറും ഒരേ ഒരു ശതമാനം ജനങ്ങളെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കള്ളം വിശ്വസിക്കുന്ന ഒരൊറ്റ ശതമാനം, 99% ജനങ്ങളും വിശ്വസിക്കേണ്ട, വെറും 1% ജനങ്ങളെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കള്ളം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയുന്നു? ഒരു അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? ഒരു മന്ത്രിയല്ലേ നിങ്ങൾ? എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ഏതായാലും ജനങ്ങൾ വിലയിരുത്തുക, ജനങ്ങൾ ഇതിന് മറുപടി പറയുക. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നന്ദി.